ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വിനീതമായ സ്നേഹവന്ദനം. അപ്പോസ്തല പ്രവൃത്തികൾ 21 അധ്യായത്തിൻ്റെ 8 വാക്യം. പിറ്റേന്നാൾ ഞങ്ങൾ പുറപ്പെട്ടു കൈസരയിലെത്തി. 70 ഒരുവനായ ഫിലിപ്പോസ് എന്ന സുവിശേഷകന്റെ വീട്ടിൽ ചെന്ന് അവനോടുകൂടെ പാർത്തു. ദൈവത്തിൻ്റെ മഹത്വം. സുവിശേഷകനായ ഫിലിപ്പോസ് എന്ന സുവിശേഷകൻ എന്ന വിശേഷണം ചേർത്ത് ഒരാൾ മാത്രമേ ബൈബിളിൽ അറിയപ്പെടുന്നുള്ളൂ. അത് ഒരു മാതൃകാ പുരുഷനായ ഫിലിപ്പോസാണ്. വിധവമാരെ അടുക്കളയിൽ ശുശ്രൂഷിക്കുവാൻ തിരഞ്ഞെടുക്കപ്പെട്ടതായ ഒരു ദൈവദാസനാണ് ഫിലിപ്പോസ്. സ്തേഫാനോസ് ഉൾപ്പെടെ 7 പേരിൽ ഒരാൾ. അപ്പോസ്തല പ്രവൃത്തികൾ 6 അധ്യായം 2 മുതലുള്ളതായ വാക്യങ്ങളിൽ അത് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. അതിനകത്ത് മനസ്സിലാക്കേണ്ടതായ ഒരു കാര്യം, ദൈവികമായി ബന്ധപ്പെട്ട കൂട്ടായ്മയുമായി ബന്ധപ്പെട്ട് ദൈവവിഷയവുമായി ബന്ധപ്പെട്ട് ഏത് ജോലിയാണെങ്കിലും അത് ദൈവത്താൽ നിയോഗിക്കപ്പെട്ടവർ മാത്രം ചെയ്യേണ്ടതാണ്, തിരഞ്ഞെടുക്കപ്പെട്ടവർ മാത്രം ചെയ്യേണ്ടതാണ്. അതിൻ്റെ സവിശേഷതകൾ താഴെ പറയുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഫിലിപ്പോസിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം സഭയുടെയോ കൂട്ടായ്മയുടെയോ ഒരു തൂണും ശില്പിയും ഒന്നുമല്ല, ഒരു അപ്പോസ്തലനല്ല, ഒരു ലേഖനം പോലും എഴുതിയിട്ടില്ല. പക്ഷേ കുടുംബമായി അദ്ദേഹത്തിന് ചില സവിശേഷതകളുണ്ട്. നമ്മുടെ ഇന്നത്തെ ധ്യാന വിഷയം അതാണ്. സുവിശേഷകനായ ഫിലിപ്പോസിന്റെ സാക്ഷ്യങ്ങൾ എന്തെല്ലാമാണ്, സവിശേഷതകൾ എന്തെല്ലാമാണ്, മാതൃകൾ, അനുകരണീയമായ മാതൃകൾ എന്തെല്ലാമാണ്. ഒന്നാമത്തെ കാര്യം, അപ്പോസ്തല പ്രവൃത്തികൾ 6 അധ്യായം 5 വാക്യം. ഞങ്ങളോ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും ഉറ്റിരിക്കുമെന്ന് പറഞ്ഞു. അപ്പോസ്തലന്മാർ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും മുഴുവൻ സമയം ഉറ്റിരിക്കുന്നു. ഈ വാക്ക് കൂട്ടത്തിനൊക്കെയും ബോധ്യമായി. അതുകൊണ്ട് അവർക്ക് അല്പം സ്വാതന്ത്ര്യമായിട്ട് പ്രവർത്തിക്കുവാൻ സമയം കിട്ടുവാൻ, മറ്റു കാര്യങ്ങളിൽ നിന്ന് അവരെ വിടുവിക്കേണ്ടത് ആവശ്യമാണ്. അതിനായി ചിലരെ തിരഞ്ഞെടുക്കണം. ഇനി വായിക്കാം. വിശ്വാസവും പരിശുദ്ധാത്മാവും നിറഞ്ഞ പുരുഷനായ സ്തെഫാനോസ്, ഫിലിപ്പോസ്, പ്രൊഖൊരോസ്, നിക്കാനോർ, തീമോൻ, പർമനാസ്, യഹൂദ മതാനുസാരിയായ അന്ത്യോക്യക്കാരൻ നിക്കോലോവാസ് എന്നിവരെ തിരഞ്ഞെടുത്തു. 7 പേരിൽ ഒരാളാണ് സ്തേഫാനോസ് ഉൾപ്പെടെ, ഫിലിപ്പോസ് ഉൾപ്പെടെ 7 പേര്. ദൈവത്തിന് സ്തോത്രം. അടിസ്ഥാനപരമായിട്ട് അവരുടെ ദൗത്യം വിധവമാരെ ശുശ്രൂഷിക്കാനാണ്. അവർക്ക് ഭക്ഷണം ക്രമീകരിക്കുവാനും ഭക്ഷണം കൊടുക്കുവാനും ശുശ്രൂഷിക്കുവാനുമാണ്. ദൈവത്തിന് സ്തോത്രം. പക്ഷേ അവർക്കുള്ള യോഗ്യത എന്താണ്? ആത്മനിറവ്. 6 അധ്യായത്തിന് 3 പകുതി. ആത്മനിറവ്, നല്ല സാക്ഷ്യം, നല്ല വിശ്വാസം. ദൈവത്തിന് സ്തോത്രം. നല്ല ജ്ഞാനം. ദൈവമക്കളെ, ഒരു മർമ്മമാണ് നിങ്ങളോട് പറയുന്നത്. നാം കൂട്ടായ്മയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരാണ്. സ്റ്റേജിൽ കയറി നിന്ന് പ്രസംഗിക്കുന്നത് മാത്രമല്ല ശുശ്രൂഷ. നാം ഇവിടെ ഈ വചനം കേട്ട് കഴിഞ്ഞ് ചെല്ലുമ്പോൾ നമുക്ക് ഉച്ചയ്ക്ക് ഭക്ഷണം ക്രമീകരിച്ച് തരുന്നുണ്ട്, അല്ലെങ്കിൽ സന്ധ്യയ്ക്ക് ഭക്ഷണം ക്രമീകരിച്ച് തരുന്നുണ്ട്, ചായ തരുന്നുണ്ട്. അതെങ്ങനെ ഉണ്ടാകുന്നു? അടുക്കളയിൽ ആരും അറിയാതെ അധ്വാനിക്കുന്ന ചില ആളുകളുണ്ട്. വചനം പോലും കേൾക്കാൻ വയ്യാത്ത വിധത്തിൽ അങ്ങ് ദൂരെ റോഡിൽ നിന്ന് ആളുകളെ സ്വീകരിക്കുകയും വാഹനങ്ങൾ ക്രമീകരിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നവരുണ്ട്. ഇപ്പോൾ നാം ഇവിടെ ഇരിക്കുന്നു, വളരെ വൃത്തിയായി ഈ പരിസരമെല്ലാം സൂക്ഷിച്ചിരിക്കുന്നു. അതിൻ്റെ പിന്നിൽ തലേ ദിവസം മുതൽ എന്തുമാത്രം പേരുടെ അധ്വാനമുണ്ട്. അധ്വാനിക്കുന്ന ദൈവമക്കൾ വ്യക്തമായി മനസ്സിലാക്കേണ്ടതായ ഒരു കാര്യം. മറ്റൊരു കാര്യം പറഞ്ഞാൽ, കൺവെൻഷന് ധാരാളം ആളുകൾ വരുന്നു, അതിന് പിന്നിൽ വീടാന്തരം കയറി നോട്ടീസ് കൊടുത്ത് ക്ഷണിക്കുന്ന ആരും അറിയപ്പെടാത്ത ചില ആളുകളുണ്ട്. ആ ദൈവ ശുശ്രൂഷക്കാരെല്ലാവരും ഓർക്കേണ്ടതായൊരു കാര്യമുണ്ട്.
അവർ ആത്മനിറവുള്ളവരായിരിക്കണം, നല്ല ജ്ഞാനമുള്ളവരായിരിക്കണം, നല്ല സാക്ഷ്യമുള്ളവരായിരിക്കണം, കർത്താവായ യേശു ക്രിസ്തുവിൽ അചഞ്ചലമായി വിശ്വാസമുള്ളവരായിരിക്കണം. നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ. എല്ലാത്തിനും ഉപരിയായി ധന്യനായിരിക്കുന്ന പൗലോസ്ലീഹ തീമോഥെയോസിനെ വേല പരമേൽപ്പിക്കുമ്പോൾ വളരെ വ്യക്തമായി ഊന്നിപ്പറയുന്നൊരു കാര്യമുണ്ട്: സകലത്തിലും തികഞ്ഞു വരേണ്ടത് വിശ്വസ്തതയിലാണ്. ഒന്ന് വായിച്ച് 1 തീമോഥെയോസ് 1:12 എനിക്ക് ശക്തി നൽകിയ ക്രിസ്തുവേശു എന്ന നമ്മുടെ കർത്താവ് എന്നെ വിശ്വസ്തനെന്നെണ്ണി ശുശ്രൂഷയ്ക്കാക്കിയതുകൊണ്ട് ഞാൻ അവനെ സ്തുതിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പൗലോസ്ലീഹായെ ശുശ്രൂഷയ്ക്ക് ആക്കിയതിന് പിന്നിൽ ദൈവം കണ്ടതായിരിക്കുന്ന യോഗ്യത എന്നെ വിശ്വസ്തൻ എന്നെണ്ണി. ദൈവവേലയുമായി ബന്ധപ്പെട്ട ദൈവമക്കൾ എല്ലാവരും സകല കാര്യങ്ങളിലും തികഞ്ഞ വിശ്വസ്തരായിരിക്കണം. പണസംബന്ധമായ കാര്യങ്ങളിൽ, സെക്സ് സംബന്ധമായ കാര്യങ്ങളിൽ, സ്ഥാനമോഹത്തിൻ്റെ കാര്യത്തിൽ നല്ല സാക്ഷ്യമുള്ളവരായിരിക്കണം. ദൈവനാമം മാത്രം മഹത്വപ്പെടുവാറാകട്ടെ. ഒന്നാമത്തെ കാര്യം കൂട്ടായ്മയിലെ സാക്ഷ്യമാണ്. കൂട്ടായ്മയിലെ സാക്ഷ്യം. ദൈവമക്കൾ ഏതെല്ലാം ശുശ്രൂഷ രംഗത്ത് ജോലി നോക്കുന്നവരാണെങ്കിലും ശരി, പ്രസംഗിക്കുന്നവരായിരിക്കാം, പാട്ട് പാടുന്നവരായിരിക്കാം, മറ്റേതെങ്കിലും ആരും അറിയാതെ അടുക്കളയിലോ മറ്റെവിടെയെങ്കിലും ഒതുങ്ങി നിന്ന് വേല ചെയ്യുന്നവരായിരിക്കാം, മുറ്റമടിക്കുന്നവരായിരിക്കാം. ദൈവമക്കളെ, നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ സാക്ഷ്യത്തിൻ്റെ സുഗന്ധമുണ്ടായിരിക്കണം. ഹല്ലേലൂയ. യേശുക്രിസ്തുവിൻ്റെ ദിവ്യ സ്വഭാവം നിങ്ങളിൽ തിളങ്ങി വിളങ്ങി നിൽക്കണം. അങ്ങനെയെങ്കിൽ കൂട്ടായ്മ നല്ല ചൈതന്യമുള്ളതാകും, അനേകർക്ക് മാതൃകയാകും. അങ്ങനെയുള്ളവർ ഒന്നിച്ചു കൂടുമ്പോൾ സ്വർഗത്തിലെ തീ അവിടെ ഇറങ്ങും. ഒന്നാമത് 4 രംഗങ്ങളിൽ ഫിലിപ്പോസ് സാക്ഷ്യം വഹിച്ചു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ആദ്യത്തെ രംഗം കൂട്ടായ്മയിലെ സാക്ഷ്യമാണ്. രണ്ടാമത്തേത് ഏതാണ്? അപ്പോസ്തല പ്രവൃത്തികൾ 8-ാം അധ്യായത്തിൻ്റെ 1 മുതലായിരിക്കുന്ന വാക്യങ്ങൾ വായിച്ച്. അവനെ കൊല ചെയ്തത് ശൗലിന് സമ്മതമായിരുന്നു. ആ അന്ന് യെരുശലേമിലെ സഭയ്ക്ക് ഒരു വലിയ ഉപദ്രവം നേരിട്ടു. അപ്പോസ്തലന്മാർ ഒഴികെ എല്ലാവരും യഹൂദ്യ ശമര്യ ദേശങ്ങളിൽ ചിതറിപ്പോയി. ഫിലിപ്പോസ് കർത്താവിൻ്റെ വേല ഏറ്റെടുത്ത കാലം അന്തരീക്ഷം വളരെ കലുഷിതമാണ്. ക്രിസ്ത്യാനികൾക്ക് പ്രകടമായി എതിരുകൾ നേരിടേണ്ടതായിട്ട് വന്നു. ശൗല് വീടാന്തരം കയറി ദൈവമക്കളെ ഉപദ്രവിക്കുകയാണ്. ഈ മാർഗക്കാരെ സ്തേഫാനോസിനെ കല്ലെറിഞ്ഞ് കൊല്ലുന്നു ഒരു കൂട്ടം ആളുകൾ. അതിന് നേതൃത്വം കൊടുത്തത് ശൗലാണ്, പിന്നീട് പൗലോസായി തീർന്ന ശൗലാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, എന്ത് സംഭവിച്ചു? ആ സമയത്ത് അവിടെ നിന്ന് ദൈവമക്കളെല്ലാം ചിതറി ഓടിപ്പോകേണ്ടതായിട്ട് വന്നു. തുടർന്ന് വായിക്കാം. ഭക്തിയുള്ള പുരുഷന്മാർ സ്തെഫാനോസിനെ അടക്കം ചെയ്തു. അവനെക്കുറിച്ച് വലിയൊരു പ്രലാപം കഴിച്ചു. എന്നാൽ ശൗൽ വീടുതോറും ചെന്നു പുരുഷന്മാരെയും സ്ത്രീകളെയും പിടിച്ചിഴച്ച് തടവിലേൽപ്പിച്ചുകൊണ്ട് സഭയെ മുടിച്ചു പോന്നു, ഉപദ്രവിച്ചു പോന്നു. വായിക്കാം. ചിതറിപ്പോയവർ വചനം സുവിശേഷിച്ചും കൊണ്ട് അവിടെ സഞ്ചരിച്ചു. ഫിലിപ്പോസ് ശമരിയ പട്ടണത്തിൽ ചെന്ന് അവനോട് ക്രിസ്തുവിനെ പ്രസംഗിച്ചു. ദൈവത്തിന്റെ സ്തോത്രം. അവിടെ നിന്ന് ആ പീഡയുടെ മധ്യത്തിൽ ഫിലിപ്പോസ് രക്ഷപ്പെട്ട് ചെന്നത് ശമരിയയിലാണ്. അവിടെ ചെന്ന് ഒതുങ്ങിക്കൂടി മിണ്ടാതിരിക്കുകയല്ല ചെയ്തത്. സുവിശേഷത്തിന് വേണ്ടി അധ്വാനിച്ചാൽ ജീവൻ പോലും അപായത്തിലാകുമല്ലോ എന്ന് വിചാരിച്ച് ഒതുങ്ങിക്കൂടി മിണ്ടാതിരിക്കുകയല്ല ചെയ്ത്. ശമരിയിൽ അഭയം തേടി അവിടെ ചെന്ന് സുവിശേഷകനായി ജീവിച്ചു. ദൈവത്തിന് സ്തോത്രം. ജ്വലിച്ച് പ്രകാശിക്കുന്നതായ ഒരു സത്യസുവിശേഷത്തിന്റെ സാക്ഷിയായി ഫിലിപ്പോസ് അവിടെ നിന്നു. ഫിലിപ്പർ അനേകർ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചു. 8-ാം അധ്യായം 5-ാമത്തെ വാക്യം. ഫിലിപ്പോസ് ശമരിയ പട്ടണത്തിൽ ചെന്ന് അവരോട് ക്രിസ്തുവിനെ പ്രസംഗിച്ചു. ഫിലിപ്പോസ് ചെയ്ത അടയാളങ്ങളെ പുരുഷാരങ്ങൾ കേൾക്കുകയും കാണുകയും ചെയ്യുകയാൽ അവൻ പറയുന്നത് ഏക മനസ്സോടെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. അശുദ്ധാത്മാക്കൾ ബാധിച്ച പലരിൽ നിന്നും അവ ഉറക്കെ നിലവിളിച്ചുകൊണ്ട് പുറപ്പെട്ടു. ദൈവത്തിന് സ്തോത്രം. കർത്താവായ യേശുക്രിസ്തുവിനെ മാത്രം ഉയർത്തി കാണിച്ചുകൊണ്ട് ഫിലിപ്പോസ് തിരുവചനം നൽകി. അവന്റെ ജീവിതത്തിലെ വാക്കുകൾ കേൾക്കുക മാത്രമല്ല, അവരുടെ സാക്ഷ്യം അവർ കണ്ടു. ഉയർത്തിയത് ക്രൂശിനെ മാത്രമാണ്. കർത്താവായ യേശുക്രിസ്തു ക്രൂശിലേക്ക് രക്ഷ മാത്രമാണ്. അനേകർ വിശ്വസിക്കാനിടയായി. നന്ദിയോടെ സ്തോത്രം. ആ വ്യക്തിയിൽ ഇറങ്ങി എന്നിട്ട് അത്ഭുതങ്ങളും അടയാളങ്ങളും വീരപ്രവൃത്തികളും നടന്നു.
അപ്പോസ്തലപ്രവൃത്തികൾ 1-ാം വാക്യത്തിൽ പറയുന്ന പോലെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ശക്തിയോടെ അവരുടെ മധ്യത്തിൽ ഇറങ്ങുമെന്ന് വാഗ്ദത്തം കൊടുത്തു. അത് അവിടെ പ്രവർത്തിച്ചു. ഫിലിപ്പോസിന്റെ കഴിവുകൊണ്ടല്ല, യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി, പാപിയെ രൂപാന്തരപ്പെടുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അത്യന്ത ശക്തി. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, സാത്താൻ ഇടം കൊടുത്ത, സാത്താൻ്റെ ഒരു ഏജന്റിനെ പോലെ പ്രവർത്തിച്ചതായ മന്ത്രവാദിയായിരിക്കുന്ന ശീമോൻ പോലും രക്ഷപ്പെട്ടു. 8-ാം 9 വാക്യവും 12-11 വാക്യം വായിച്ച്. എന്നാൽ ശീമോൻ എന്ന് പേരുള്ള ഒരു പുരുഷൻ ആ പട്ടണത്തിൽ ആഭിചാരം ചെയ്തു പിശാചിന്റെ അടിമവേല ചെയ്തുകൊണ്ട് നടന്ന ശീമോൻ. 9-12-11 വായിച്ച്. എന്നാൽ ദൈവരാജ്യത്തെയും യേശുക്രിസ്തുവിന്റെ നാമത്തെയും കുറിച്ചുള്ള സുവിശേഷം അറിയിക്കുന്ന ഫിലിപ്പോസിനെ അവർ വിശ്വസിച്ചപ്പോൾ പുരുഷന്മാരും സ്ത്രീകളും സ്നാനമേറ്റു. ശീമോൻ താനും വിശ്വസിച്ച് സ്നാനമേറ്റ് സഭയോട് ചേർന്നു. ഹല്ലേലൂയ. ഇത് കേൾക്കുമ്പോൾ നിങ്ങളുടെ അന്തരംഗത്തിൽ തീ കത്തുന്നുണ്ട് ദൈവമക്കളെ. വെറും വിധവമാരെ ശുശ്രൂഷിക്കാൻ അടുക്കള വേല കേൾപ്പിച്ചതായ ഫിലിപ്പോസ് ഇറങ്ങി നിന്നുകൊണ്ട് ദൈവത്തിന്റെ അത്ഭുതകരമായ ശക്തി പ്രവർത്തിച്ചു. അനേകരും മാനസാന്തരപ്പെട്ടു. ഞാൻ ആരെയും കുറ്റം വിധിക്കുകയല്ല. അതേ സമയത്ത് നിങ്ങൾ അല്പം വേദനയോടെ ചിന്തിക്കണം. എന്തുമാത്രം ആളുകൾ കൂടി വന്നിരിക്കുന്നു. 40-50 വർഷമായി കൂട്ടായ്മയോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന ദൈവമക്കളുണ്ട്. ആത്മാർത്ഥമായിട്ടെന്ന് പറഞ്ഞ് ഫിലിപ്പോസിനെ പോലെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ ശക്തിയോടെ എന്നിൽ ഇറങ്ങി എന്ന് പ്രവർത്തിച്ച് കൊടും പാപികൾ മാനസാന്തരപ്പെടുന്നു. പിശാച് പന്താടുന്നതായ മന്ത്രവാദക്കാർ പോലും അവരുടെ മന്ത്രവാദമെല്ലാം ഇട്ടോടി കാൽവറിയിലേക്ക് അടുത്തു വരുന്നു. ഒന്ന് ഉണരാം ദൈവമക്കളെ, ഒന്ന് പ്രവർത്തിക്കാം ദൈവമക്കളെ. ദൈവത്തിന് സ്തോത്രം. ആരെയും അതും ഇതും കണ്ട് വിമർശിച്ചുകൊണ്ട് നടക്കാനല്ല ഈ പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കൾക്ക് ആവശ്യമായിരിക്കുന്ന 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, അവനവൻ്റെ ജീവിതത്തിലേക്ക് നോക്കി പാപബോധമുള്ളവരായി കരയണം. 2, നഷ്ടപ്പെട്ടു പോകുന്ന ആത്മാക്കളെ കുറിച്ച് ഉള്ളെന്നൊന്ന് കരയണം. അതിന്ന് അനേകരിൽ നടക്കുന്നില്ല. പേരിന് മാത്രം കൂട്ടായ്മയ്ക്ക് വന്ന് കരമുയർത്തി ഹല്ലേലൂയ പറഞ്ഞു പോയാൽ ദൈവം സന്തോഷിക്കുമെന്ന് നിങ്ങൾ ഒരിക്കലും ധരിക്കരുത്. That which is done for Christ alone will last. പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി അധ്വാനിക്കാൻ നിനക്ക് സാധിക്കുന്നുണ്ടോ? ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ അഗ്നി അന്തരംഗത്തിൽ കത്തുന്നുണ്ടോ എന്നുള്ളതിന് പ്രകടമായ തെളിവാണ് നശിച്ചു പോകുന്ന ആത്മാക്കളെ കുറിച്ചുള്ള വേദനയും അവർ നേടുവാനുള്ളതായിരിക്കുന്ന വ്യഗ്രതയും. അത് അനേകരിൽ കെട്ടുപോയിട്ടുണ്ടോ ആ തീയ? ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, മാനസാന്തരത്തിന് യോഗ്യം ആയ ഫലം കായ്ക്കുവാൻ തക്കവണ്ണം സത്യമാനസാന്തരത്തിലേക്ക് അനേകർ തിരിഞ്ഞു വരട്ടെ. ഇന്നത് കേൾക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു യൂ ടേൺ എടുക്കണം, ഒരു വലിയ മാറ്റം വരണം. ഹല്ലേലൂയ. 1, കൂട്ടായ്മയിലെ സാക്ഷ്യം. 2, ഫിലിപ്പോസിന്റെ സാക്ഷ്യം എന്താണ്? പ്രതികൂലങ്ങളിൽ തളർന്നു പോകാത്ത സാക്ഷ്യത്തോടെ നിന്നു. എല്ലാവരും എതിരാണ്. കരുത്തനായിരിക്കുന്ന ശൗല്, പിന്നീട് പൗലോസായി തീർന്ന ശൗല് കൊല നിശ്ചയിച്ചുകൊണ്ട് ഓടുകയാണ്. അവിടെയെങ്കിലും നിൽക്കാൻ നിവൃത്തിയില്ലാതെ ഛിന്ന ഭിന്നമായ ആളുകൾ ഓടിപ്പോയി. എവിടെല്ലാം ചെന്നോ അവിടെയെല്ലാം ഒരു തീപ്പരി പോലെ കത്തി ജ്വലിച്ചു. 3-ാമത്തെ സാക്ഷ്യം എന്താണ്? ദൈവത്തിന് സ്തോത്രം. ഫിലിപ്പോസിനെ ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്ന സാക്ഷ്യം അനുസരണമുള്ള ഒരു സാക്ഷിയായിരുന്നു. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്തു പറയുന്നു അതിനെ പരിപൂർണമായി അനുസരിക്കുന്ന ഒരു ദൈവത്തിൻ്റെ സത്യസാക്ഷി. അനുസരണം ബലിയേക്കാൾ ഉത്തമമാണ്. ഇന്ന് ദൈവമക്കൾ നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന ഒരു സ്വഭാവ മേന്മയാണ് പരിശുദ്ധാത്മാവിനെ സമ്പൂർണ്ണമായി അനുസരിക്കുക, നടത്തുന്നവർക്ക് കീഴ്പ്പെട്ടിരിക്കുക. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, അതിനെ ചോദ്യം ചെയ്യുന്ന ദൈവമക്കൾ, ഈ പാവപ്പെട്ട ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഫലമേൽപ്പിച്ച ദൈവമക്കൾ ഉത്തരവാദിത്വമില്ലാതെ ഏതെങ്കിലും ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അത് അനുസരിക്കുന്ന നിങ്ങളോടല്ല ചോദിക്കുന്നത്, നടത്താൻ ആക്കിയിരിക്കുന്നവരോടെ ചോദിക്കുന്നത്. നിങ്ങൾക്കൊരു ഉത്തരവാദിത്വമുണ്ട്, അനുസരിക്കുക. ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവമക്കളെ, അത് വചനപ്രകാരമല്ലാതെ പറയരുത് എന്ന് ആ ദൈവമക്കൾക്കും ഇല്ല ഒരു ദൈവഭയം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ മഹത്വം. കർത്താവിന് സ്തോത്രം. സത്യമേതാണെന്ന് ദൈവം തെളിയിക്കുന്നതായ ഒരു കാലം വരും. അനുസരണം അനിവാര്യമാണ്. അനുസരണം അനുഗ്രഹത്തിന് കൂടിയേ തീരൂ. ദൈവത്തിൻ്റെ സ്തോത്രം. അനുസരിക്കുന്നവരുടെ മേലാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വ്യാപരിക്കുന്നത്.
ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. അപ്പോസ്തലപ്രവൃത്തി 8-26 വാക്യം വായിച്ച്, അനുസരണം ശീലമുള്ളതായ ഫിലിപ്പോസ്, അതാണ് നമ്മളുടെ മൂന്നാമത്തെ യോഗ്യത. ഫിലിപ്പോസിന്റെ മൂന്നാമത്തെ യോഗ്യത അതാണ്. 8-26 വാക്യം. അനന്തരം കർത്താവിന്റെ ദൂതൻ ഫിലിപ്പോസിനോട്, ആ. നീ എഴുന്നേറ്റ് തെക്കോട്ട് യെരുശലേമിൽ നിന്ന് ഗസയ്ക്കുള്ള നിർജ്ജനമായ വഴിയിലേക്ക് പോക എന്ന് പറഞ്ഞു. ശമരിയില് ഫലപ്രദമായിരിക്കുന്ന വേല നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ദൈവം അത്ഭുതകരമായി ഫിലിപ്പോസിനെ എടുത്ത് ഉപയോഗിച്ചു നടക്കുന്ന സമയമാണ്. ദൈവത്തിന് സ്തോത്രം. കർത്താവിന്റെ ദൂതൻ പ്രത്യക്ഷപ്പെട്ടു. നിർജ്ജനമായ സ്ഥലത്തേക്ക്, ഗസയിലേക്ക് പോകാൻ അരുളപ്പാട് ലഭിക്കുകയാണ്. ബുദ്ധിക്ക് മനസ്സിലാവില്ല ദൈവം. എൻ്റെ ദൈവം, ഇപ്പോൾ അനേക ആളുകൾ കൂട്ടത്തോടൊന്ന് മാനസാന്തരപ്പെടുന്നു. മന്ത്രവാദിയായിരിക്കുന്ന ശീമോൻ, അനേകര് അദ്ദേഹം മുഖാന്തരം വിഷമിച്ചിട്ടുണ്ട്. ആ പൈശാചിക ശക്തിക്ക് അടിമവേല ചെയ്യുന്ന ശീമോൻ പോലും ദുഷ്ടപിശാചിനോട് യാത്ര പറഞ്ഞ് കർത്താവായ യേശുക്രിസ്തു രക്ഷിതാവായിട്ട് സ്വീകരിച്ച് മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് വരുന്നു. അത്രമാത്രം ശക്തിയേറിയ ഫലപ്രദമായിരിക്കുന്ന വേല നടക്കുന്നതിൻ്റെ ആ രംഗത്ത് നിന്ന് എടുത്തുകൊണ്ട് പോവുകയാണ്. ദൈവത്തിന് സ്തോത്രം. എങ്ങോട്ടാ കൊണ്ടുപോകുന്ന ഒരൊറ്റ മനുഷ്യൻ പോലും ഇല്ല. നിർജ്ജനമായ ഗസയിലേക്ക്. ബുദ്ധിക്കൊട്ട് മനസ്സിലാകുകയില്ല. ഹല്ലേലൂയ. ജ്ഞാനികൾക്കും വിവേചികൾക്കും മറിച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്ത സ്വർഗീയ മർമ്മമാണ് പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പ്. ഹല്ലേലൂയ. വെറുതെ ആയില്ല. അങ്ങനെ നിർജ്ജന പ്രദേശത്തേക്ക് എന്നപ്പോൾ എത്യോപ്യൻ രാജ്ഞിയുടെ ഭണ്ഡാര വിചാരകനായിരിക്കുന്ന ഒരു ഷണ്ണൻ തേരിൽ യാത്ര ചെയ്യുകയാണ്. തേരിനോട് ചേർന്ന് ദൈവത്തിൻ്റെ സ്തോത്രം ഫിലിപ്പോസ് നടന്നു. ദൈവത്തിൻ്റെ നടത്തിപ്പനുസരിച്ചാണ് ചേർന്ന് നടക്കുന്നത്. ആ ഷണ്ണൻ തിരുവചനം എടുത്ത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് മറിച്ച് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവത്തിൻ്റെ അരുളപ്പാടനുസരിച്ചാണ് ആ തേരിനോട് ചേർന്ന് നടന്നത്. ദൈവത്തിൻ്റെ മഹത്വം. ഷണ്ണൻ വായിക്കുന്നുണ്ട്, പക്ഷെ മനസ്സിലാകുന്നില്ല. ഫിലിപ്പോസ് അതെല്ലാം പൊരുൾ തിരിച്ച് പറഞ്ഞു കൊടുത്തു. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സ്തോത്രം. അതിന് വേണം ആളുകൾ. വേദപുസ്തകം അനേകർ വായിക്കുന്നുണ്ട്, പക്ഷെ മർമ്മം പിടികിട്ടുന്നില്ല. അനേകർ കുരിശ് വരയ്ക്കുന്നുണ്ട്, പക്ഷെ കുരിശ് അകത്ത് വരുന്നില്ല. പാതയ്ക്ക് ദീപമായിരിക്കുന്ന വചനം വായിക്കുന്നുണ്ട്, പക്ഷെ ദീപം അകത്ത് കത്തുന്നില്ല. പൊരുൾ തിരിച്ച് പറഞ്ഞു കൊടുക്കണ്ടേ അത്? ദൈവത്തിൻ്റെ സ്തോത്രം. 8:37 വായിച്ച്, 8-ാം അധ്യായത്തിന് 37 വാക്യം. അതിനെ ഫിലിപ്പോസ്, നീ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നുവെങ്കിൽ ആകാമെന്ന് പറഞ്ഞു. എനിക്കിന്ന് സ്നാനമേക്കണം, എനിക്ക് കർത്താവായ യേശുക്രിസ്തുവിനെ സ്വീകരിക്കണം, എനിക്ക് രക്ഷയുടെ സന്തോഷത്തിലേക്ക് വരണം. ദൈവത്തിൻ്റെ സ്തോത്രം. അതിനെന്താണ് തടസ്സം? അതിനൊരു നിബന്ധനയുണ്ട്. നീ പൂർണ്ണ മനസ്സോടെ കർത്താവായ യേശുക്രിസ്തുവിലും യേശുക്രിസ്തു ക്രൂശിലൊരുക്കിയായ രക്ഷയിലും വിശ്വസിക്കുന്നുവെങ്കിൽ തടസ്സമില്ല. വായിച്ചേ. യേശുക്രിസ്തു ദൈവപുത്രൻ ഞാൻ വിശ്വസിക്കുന്നു എന്നവൻ ഉത്തരം പറഞ്ഞു. ദൈവത്തിൻ്റെ സ്തോത്രം. ഹല്ലേലൂയ. പിതാവാൻ ദൈവം മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി ഭൂമിയിലേക്ക് അയച്ച ഏക സത്യരക്ഷകനാണ്, പുത്രനാണ് കർത്താവായ യേശുക്രിസ്തു. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സ്തോത്രം. അങ്ങനെ അവിടെയും ദൈവവേല നടന്നു. തീർന്നില്ല. ആത്മാവ് നടത്തുന്ന വിധങ്ങൾ. ഗസയിലേക്ക് കൊണ്ടുപോയി അവിടെ ചെന്ന് ദൈവവേല ചെയ്തു. അവിടെ നിന്ന് ഉടനെ കർത്താവിൻ്റെ ആത്മാവ് അസ്തോദിലേക്ക് കൊണ്ടുപോയി. ഫിലിപ്പോസിനെ അസ്തോദിലേക്ക് കൊണ്ടുപോയി. ഹല്ലേലൂയ. 8-ാം അധ്യായം 39 വാക്യങ്ങൾ അത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഗസയിൽ നിന്ന് യാത്ര ചെയ്ത് അസ്തോദിൽ എത്താൻ നാളുകൾ വേണം. പക്ഷേ ഫിലിപ്പോസിനെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എടുത്ത് പൊക്കിക്കൊണ്ടുപോയി. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സ്തോത്രം. അങ്ങനെ കൊണ്ടുവന്ന് അസ്തോദിലാക്കി അവിടെയും ദൈവത്തിൻ്റെ സുവിശേഷ വേല അറിയിച്ചു. അവിടെ ദൈവത്തിൻ്റെ വേല ശക്തിയോടെ പുരോഗമിച്ചു വരുന്ന സമയം അവിടെ നിന്നും മാറ്റി. പിന്നെ എവിടെയാണ് എത്തിയത്? കൈസരിയിലാണ് എത്തിയത്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സ്തോത്രം. എന്തിനാ എന്നെ ഇങ്ങനെ കൊണ്ടു നടക്കുന്നേ? ഞാനിവിടെ നിന്ന് ഫലപ്രദമായ ഒരു വേല ചെയ്യില്ലേ? ഒന്ന് വേര് പിടിക്കുന്നതിന് മുമ്പ് എന്നെ പിന്നെ ശമരിയയിൽ നിന്ന് ഗസയിലേക്ക്, ഗസയിൽ നിന്ന് അസ്തോദിലേക്ക്, അസ്തോദിൽ നിന്ന് കൈസരിയിലേക്ക് ഇങ്ങനെ കൊണ്ടു നടക്കണം എന്തിനാ? ചോദ്യമില്ല. ദൈവമക്കളെ, ബുദ്ധിയുടെ പ്രമാണം കൊണ്ടൊന്നും ആത്മീയ ജീവിതം നയിക്കാൻ പറ്റുകയില്ല. വചനം വെച്ചുകൊണ്ട് തന്നെ ചിലർ വാദിക്കുന്നവരുണ്ട്. ദൈവത്തിൻ്റെ സ്തോത്രമോ കാണുമ്പോഴും കേൾക്കുമ്പോഴും വേദനയുണ്ട്. ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവമക്കളെ,
ഒരു നിഷ്കളങ്ക ഹൃദയം വേണം. ഞാൻ കൈകൂപ്പിക്കൊണ്ട് നിങ്ങളോട് പറയാം, ചോദ്യം ചെയ്യാത്തൊരനുസരണം വേണം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഞങ്ങളെ നടത്തിയ ദൈവദാസന്മാരങ്ങനെയാണ് പഠിപ്പിച്ചത്. ഒന്നും പിടികിട്ടില്ല. പക്ഷേ ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസൻ, നിന്റെ വാക്ക് പോലെ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അനുഗ്രഹമാണ് അനുസരണം എന്നുള്ള ഒരു വലിയ മർമ്മം ഞാൻ നിങ്ങളെ ഒന്ന് ഓർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അത് ഇന്ന് അനേകർക്ക് കൈമോശം വന്നിരിക്കുന്നു. അതിൻ്റേതായ ദോഷവും കെടുതിയും നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിലും കുടുംബജീവിതത്തിലും വന്ന് ഭവിക്കാതിരിക്കാൻ നിങ്ങൾ കരുതലോടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആക്കി വച്ചിരിക്കുന്നതായ നടത്തുന്നതായ ദൈവമക്കളെയും അനുസരിക്കുന്നത് നന്ന് എന്ന് ഞാൻ ആ കാര്യം നിങ്ങളെ ഓർപ്പിക്കുകയാണ്. 4-ാമത്തെ സവിശേഷത എന്താണ്? അപ്പോസ്തല പ്രവൃത്തികൾ 21-ാം അധ്യായത്തിൻ്റെ 8 മുതൽ 10 വരെയുള്ള വളരെ പ്രധാനപ്പെട്ടതായ ഒരു സാക്ഷ്യത്തിൻ്റെ രംഗം ഫിലിപ്പോസിൻ്റെ ജീവിതത്തിൽ നമുക്ക് 4-ാമത് കാണുവാനായിട്ട് സാധിക്കും. എന്താണ്? പിറ്റേന്നാൾ ഞങ്ങൾ പുറപ്പെട്ടു കൈസരിയിലെത്തി. 7 ഒരുവനായ ഫിലിപ്പോസ് എന്ന സുവിശേഷകന്റെ വീട്ടിൽ ചെന്ന് പൗലോസും കൂട്ടനും ഫിലിപ്പോസിന്റെ വീട്ടിൽ എത്തി. കൈസരിയിൽ 21-10. അവന് കന്യകമാരും പ്രവചിക്കുന്നവരുമായ 4 പുത്രിമാർ ഉണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ഒന്ന് കണ്ണു തുറന്ന് നിങ്ങൾ തല ഉയർത്തി നിന്ന് കേട്ടത്. ഇന്ന് പ്രസംഗകർ ധാരാളമുണ്ട്, വേലക്കാർ ധാരാളമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഞാൻ ആത്മാർത്ഥമായി നിങ്ങളോട് ചോദിക്കട്ടെ, കുടുംബത്തിൽ സാക്ഷ്യമുണ്ടോ? സ്വർഗീയമായ ശാന്തിയും സമാധാനവും അനുഭവിക്കുന്നുണ്ടോ? ഒരു വ്യക്തിയുമായിട്ട് സംസാരിച്ചു. അദ്ദേഹം അനേക രംഗങ്ങളിൽ സഭയുടെ തന്നെ ദൈവാലയങ്ങളിലും മറ്റനേക സ്ഥലങ്ങളിലുമെല്ലാം കൂട്ടായ്മയിൽ പോലും പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. ദൈവത്തിന് സ്തോത്രം. 2 മക്കൾ വീട്ടിലുള്ളവർ സാക്ഷ്യത്തോടെ അല്ല നിൽക്കണേ. അവർക്ക് വചനത്തോട് താല്പര്യമില്ല. അതുകൊണ്ട് മക്കൾ വരുന്നില്ല എന്നുള്ളതുകൊണ്ട് മാതാക്കന്മാർ സുവിശേഷ വേല നിർത്തണമെന്നൊന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ മറ്റുള്ളവരുടെ മുഖം ചുളിക്കും. സ്വന്തം വീട്ടിൽ ഒരു സാക്ഷ്യത്തിൻ്റെ സുഗന്ധം മറ്റുള്ളവരൊന്ന് മണക്കട്ടെ. ദൈവത്തിൻ്റെ മഹത്വം. ദൈവമക്കളെ, ഇവിടെ ചെന്ന് അനേക ദിവസങ്ങൾ ദൈവമക്കൾ ജീവിച്ചു. കണ്ടതായ രംഗം ആത്മാവിൻ്റെ തീയുടെ സുഗന്ധം വെളിച്ചം കത്തുന്നതായ രംഗമാണ്. 4 കന്യകമാരായിരിക്കുന്ന പെൺകുട്ടികൾ ആത്മാവിൻ്റെ ദൂത് പറയുന്നതായ ദൈവമക്കൾ. ദൈവത്തിന് സ്തോത്രം. മാത്രമല്ല, ദീർഘനാൾ അവർ താമസിച്ചു. അവരെ പൊന്നുപോലെ ശുശ്രൂഷിച്ചു. അതിഥി സൽക്കാരം ദൈവമക്കളുടെ ഒരു പദവിയാണ്. എബ്രായർക്ക് ലേഖനത്തിൽ എടുത്തു പറയുന്നത് 11-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ. അതെന്താ പുതിയ നിയമത്തിൽ അത് എടുത്തു പറയാനായിട്ട് കാരണം? എബ്രായർ 13-1 ദൈവത്തിന് സ്തോത്രം, അതിഥി സൽക്കാരം മറക്കരുതെന്നാണ് പൗലോസ് പറയുന്നത്. വായിക്കാം. സഹോദരപ്രീതി നിലനിൽക്കട്ടെ, സഹോദരപ്രീതി നിലനിൽക്കട്ടെ, അതിഥി സൽക്കാരം മറക്കരുത്, അതിഥി സൽക്കാരം മറക്കരുത്. നിങ്ങൾ പ്രത്യേകിച്ച് ഓർക്കണം അത്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളുടെ ഭവനം, ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, അത് വാസ്തവത്തിൽ സ്വർഗതുല്യമായിരിക്കണം. മാതാപിതാക്കന്മാരും മക്കളും അവരുടേതായിരിക്കുന്ന കുടുംബ അന്തരീക്ഷം മാതൃകാപരമായിരിക്കണം. നിങ്ങൾ ദൈവത്തോട് കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഒരു കൊച്ചു കൊച്ചു പർദീസിയാക്കി ഞങ്ങളുടെ വീടുകളെ തീർത്തു തരണമെന്ന് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ, ദൈവനാമം മാത്രം മഹത്വപ്പെടുവാറാകട്ടെ. നിങ്ങൾ സുവിശേഷകനായിരിക്കുന്ന ഫിലിപ്പോസിനെ കുറിച്ച് കേട്ടു. നല്ല സാക്ഷ്യത്തിൻ്റെ സുഗന്ധം പേറുന്ന ഒരു വ്യക്തിയായിരുന്നു. കൂട്ടായ്മയിൽ സാക്ഷ്യമുള്ള വ്യക്തിയായിരുന്നു. പ്രതികൂല സാഹചര്യങ്ങളിൽ തളർന്നു പോകാതെ കത്തി ജ്വലിക്കുന്ന ദീപമായി ജ്വലിച്ചു നിന്നു. ജീവിതത്തിൽ വിളങ്ങിക്കണ്ട മറ്റൊരു സ്വഭാവ മേന്മ സമ്പൂർണമായ അനുസരണമായിരുന്നു, പരിശുദ്ധാത്മാവിനുള്ള വിധേയത്വമായിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ടതായ ഒരു സവിശേഷത, അദ്ദേഹത്തിൻ്റെ കുടുംബം സ്വർഗതുല്യമായ ശാന്തിയും സമാധാനവും നിറഞ്ഞതായിരുന്നു. ദൈവസാന്നിധ്യത്തിൻ്റെ തീ അവിടെ കത്തുന്നുണ്ടായിരുന്നു. ഫിലിപ്പോസ് എന്ന സുവിശേഷകൻ, അദ്ദേഹത്തിൻ്റെ ദൂത സുവിശേഷമായിരുന്നു. അദ്ദേഹത്തിൻ്റെ വേല ആത്മാക്കളെ നേടുന്നതായിരുന്നു. ദൈവത്തിൻ്റെ സ്തോത്രം. അദ്ദേഹത്തിൻ്റെ സാക്ഷ്യം വിശുദ്ധിയുടെ സുഗന്ധമുള്ളതായിരുന്നു. ദൈവമക്കളെ, ആ മാതൃക നമുക്കും പിൻപറ്റാം. അതിനൊരൊറ്റ കാര്യം മാത്രം, നമ്മുടെ ജീവിതം പരിശുദ്ധാത്മാവിനാൽ സമ്പൂർണ്ണമായി നിയന്ത്രിക്കപ്പെട്ടതായിരിക്കണം. അതിനുവേണ്ടി നമ്മുടെ തലകളെ വണക്കാം.
കർത്താവേ, ഞങ്ങൾ അല്പം ലജ്ജാഭാരത്തോടെ തലകളെ വണക്കുകയാണ്. വെറും സാധാരണ വിധവമാരെ ശുശ്രൂഷിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ടതായി ഫിലിപ്പോസിൻ്റെ ജീവിതം അനേകർക്ക് മാതൃകയായിരുന്നു. അനേകരുടെ ജീവിതത്തിൽ മാനസാന്തരത്തിലേക്ക് നയിക്കുവാൻ മുഖാന്തരമായിരുന്നു. പരിശുദ്ധാത്മാവിനെ നിയന്ത്രിക്കപ്പെട്ടതായിരുന്നു. കുടുംബം സാക്ഷ്യമുള്ളതായിരുന്നു. പ്രതികൂലങ്ങളിൽ വാടിപ്പോകാതെ ജ്വലിച്ചു നിൽക്കാൻ കൃപ നൽകി. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ, ഞങ്ങളെ ശക്തീകരിക്കണമേ, തീ പിടിപ്പിക്കണമേ, കെട്ടുപോയ ദീപങ്ങളെ കത്തിക്കണമേ, വീണവരെ എഴുന്നേൽപ്പിക്കണമേ. കർത്താവെ, മങ്ങിക്കത്തുന്നത് ആളിക്കത്തുന്ന അനുഭവത്തിലേക്ക് ഇപ്പോൾ തന്നെ കർത്താവ് പ്രവർത്തിക്കണമേ. നന്മകളാൽ നിറയ്ക്കണമേ. കർത്താവിൻ്റെ അനേക സാക്ഷ്യമുള്ള വേലക്കാരെ എഴുന്നേൽപ്പിക്കണമേ. മഹത്വം തിരുവേനി മാത്രം എടുക്കണമേ. യേശു കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരമല്ലുമാറാകണമേ. ആമീൻ. ഹല്ലേലൂയ.